എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയാലോ? വളരെ ടേസ്റ്റിയാണ്. അധികം സമയമൊന്നും എടുക്കത്തില്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ. നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറവശം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെ. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല കിടുവായിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. ഈ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരം തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ? ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ അരിപ്പൊടിയുമാണ് ആവശ്യം. 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും ആവശ്യമുണ്ട്. വറുത്തിട്ടുള്ള അരിപ്പൊടി, നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പൊടിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതേ അളവിൽ നമുക്കൊരു 1/4 കപ്പ് അളവിൽ വറുത്തിട്ടുള്ള റവയും കൂടെ ചേർത്ത് കൊടുക്കണം. പലഹാരത്തിന് നല്ല മൊരിഞ്ഞ് ക്രിസ്പിയായി കിട്ടുന്നതിനാണ് നമ്മൾ ഈ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ആവശ്യമുണ്ട്. തേങ്ങ നല്ല പൊടിയായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ എടുക്കണം. ചെറിയ പീസുകളായിട്ട് തന്നെ തേങ്ങയുടെ പീസുകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. മധുരമുള്ളൊരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പലഹാരം കാണാനും ഒരു പ്രത്യേക ഭംഗിയുമായിരിക്കും. ഈ ഒരു ബാറ്റർ തയ്യാറാക്കി നമ്മൾ ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പലഹാരത്തിന് ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തേക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ശർക്കരയൊന്ന് പൊടിച്ചിട്ട് തന്നെ എടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശർക്കരയെല്ലാം നല്ല രീതിയിൽ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ചെറിയ ചൂടോടുകൂടി തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അന്നേരം തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. കാരണം നമ്മൾ ചൂടോടുകൂടിയാണ് ഈ പൊടിയുള്ളിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനി. അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അന്നേരം തന്നെ നല്ല രീതിയിൽ ഇളക്കി എടുക്കുകയും വേണം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം സമയമൊന്നുമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരപ്പാനിയെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ലേശം ടൈറ്റായിട്ട് തോന്നിയപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിലിലോട്ട് ഇങ്ങനെ തവി കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ ബാറ്റർ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇഡ്ഡലി ബാറ്ററൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ ബാറ്റർ. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു തവി മാവ് വെച്ച് ഇതുപോലെ ഓയിലിലോട്ട് കോരി ഒഴിക്കാം. ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ നെയ്യപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു തവി മാവ് ഒഴിച്ച ശേഷം ഒരു സൈഡ് ഏകദേശം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഉൾവശമൊക്കെ വെന്ത് കിട്ടുന്നതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് വേണം തയ്യാറാക്കി എടുക്കാൻ. 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഉൾവശമൊക്കെ വെന്ത് കിട്ടുന്നത് കൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനും. നമ്മൾ ചെയ്യുമ്പോൾ ഒരു പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഒരേ സമയം തന്നെ 2-3 പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആകും.
10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ മുഴുവനും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണ്. പലഹാരമെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യപ്പമൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പുറവശം ചെറിയ ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. ഉൾവശം നല്ല സോഫ്റ്റുമാണ്. ഈവനിങ്ങിൽ നമുക്ക് ചായയൊക്കെ തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ നമുക്ക് ഉൾവശമൊക്കെ ഇരിക്കുന്നത്. പുറവശം നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടാണ്. അരിപ്പൊടിയും റവയും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് പുറവശം നമുക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയാൽ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.